അഴുക്കു പിറന്ന വസ്ത്രവും റബ്ബർ ചെരുപ്പും ഇട്ട് കഷണ്ടി തലയുമായി ഒരു ജയിലിനുള്ളിൽ ശാന്തനായിരിക്കുന്ന ആ വൃദ്ധനെ ഓർമ്മയില്ലേ? കണ്ണടയ്ക്കാതെ വെടിയുണ്ടയെ പിടിച്ചു നിർത്തി ലോകത്തെ ഞെട്ടിച്ച ബീസ്റ്റ്. കുംഫു ഹസിലിലെ നായകനെ പോലും വിറപ്പിച്ച ആ വില്ലൻ യഥാർത്ഥ ജീവിതത്തിൽ ഒരു വലിയ കുംഫു മാസ്റ്റർ ആയിരുന്നു. ഹോങ്കോങ് സിനിമയിലെ ഇതിഹാസം ബ്രൂസ് ലിയാങ് തന്റെ 77-ാം വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു. ആരായിരുന്നു ബ്രൂസ് ലിയാങ്? എന്തുകൊണ്ടാണ് അദ്ദേഹം 3 ഡ്രാഗൺസ് എന്നറിയപ്പെട്ടത്? 1970-കളിൽ ഹോങ്കോങ് സിനിമയെ ഭരിച്ചിരുന്ന 3 പേരുണ്ടായിരുന്നു. കുംഫുവിന്റെ ചക്രവർത്തി ബ്രൂസ് ലീ, ആക്ഷൻ കോമഡിയിലൂടെ വിസ്മയിപ്പിച്ച ജാക്കി ചാൻ, പിന്നെ തന്റേതായ വേഗമേറിയ ആക്ഷൻ സ്റ്റൈലിലൂടെ ആരാധകരെ നേടിയ ബ്രൂസ് ലിയാങ്. ഇവർ 3 പേരുമാണ് 3 ഡ്രാഗൺസ് എന്നറിയപ്പെട്ടിരുന്നത്. 15-ാം വയസ്സിൽ സ്റ്റണ്ട് താരമായി സിനിമയിലെത്തിയ ബ്രൂസ് വിങ് ചുൻ, കരാട്ടെ തുടങ്ങിയ നിരവധി ആയോധന കലകളിൽ പ്രാവീണ്യം നേടിയിരുന്നു. 80-കളിൽ തന്റെ കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് തായ്വാൻ ഭരണകൂടത്തിന്റെ വിലക്കിനെ തുടർന്ന് അദ്ദേഹത്തിന് സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നത്. ഏതാണ്ട് 15 വർഷത്തോളം സിനിമയിൽ നിന്ന് മാറി നിന്ന ബ്രൂസ് ലിയാങ്ങിനെ സ്റ്റീഫൻ ചൗ തേടിപ്പിടിച്ച കഥ രസകരമാണ്. കുംഫു ഹസിലിലെ വില്ലൻ വേഷം ചെയ്യാൻ അദ്ദേഹം ആദ്യം തയ്യാറായിരുന്നില്ല. 3 തവണ നിരസിച്ച ശേഷമാണ് സ്റ്റീഫൻ ചൗ അദ്ദേഹത്തെ സമ്മതിപ്പിച്ചത്. ആ സിനിമയിലെ ബീസ്റ്റ് എന്ന കഥാപാത്രം കുംഫു സിനിമകളിലെ ഏറ്റവും മികച്ച വില്ലൻ വേഷങ്ങളിൽ ഒന്നായി മാറി. പ്രത്യേകിച്ച് തവളയുടെ ചലനങ്ങളെ അനുകരിച്ചുള്ള ഹാപ് മാ ഗോങ് എന്ന കുംഫു ശൈലി ഇന്നും പ്രേക്ഷകരുടെ ഇടയിൽ വലിയ ചർച്ചയാണ്. ജനുവരി 14-ന് ചൈനയിലെ ഷെൻഷനിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണവാർത്ത പുറത്തു വന്നതോടെ ജാക്കി ചാനും സ്റ്റീഫൻ ചവും ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. അദ്ദേഹം ഒരു യഥാർത്ഥ കുംഫു മാസ്റ്റർ ആയിരുന്നു. ഓരോ ചലനത്തിലും തന്റേതായ ശൈലി അദ്ദേഹം സൂക്ഷിച്ചിരുന്നു എന്നാണ് ജാക്കി ചാൻ കുറിച്ചത്. ബ്രൂസ് ലിയാങ് വിടവാങ്ങുമ്പോൾ കുംഫു സിനിമകളുടെ ഒരു വലിയ കാലഘട്ടം കൂടിയാണ് അവസാനിക്കുന്നത്. വെള്ളിത്തിരയിൽ വില്ലനായി നമ്മെ പേടിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്ത ആ പോരാളിക്ക് ആദരാഞ്ജലികൾ.